ആകാശവാണി വാർത്താ വീക്ഷണം. ജീവിതത്തിന്റെ ബൂട്ടഴിച്ച് മറഡോണ. തയ്യാറാക്കിയത് എം സുരേഷ് ബാബു, ആകാശവാണി പ്രതിനിധി. ഭൂമിയിൽ കാൽപന്ത് കളിയുടെ വസന്തം തീർക്കാൻ വന്ന ദൈവദൂതൻ വിടവാങ്ങി. ഫുട്ബോൾ പ്രണയത്തിന്റെ പൂക്കാലം സമ്മാനിച്ച് പുൽമൈതാനങ്ങളിൽ വിസ്മയങ്ങൾ കൊണ്ട് ആവേശത്തിന്റെ അലകൾ തീർത്ത അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ഡീഗോ അർമാൻഡോ മറഡോണ ഇനിയില്ല. മരണം കൊണ്ടും ഡീഗോ നമ്മളെയെല്ലാം തോൽപ്പിച്ചിരിക്കുന്നു. ഡീഗോയുടെ അപ്രതീക്ഷിതമായുള്ള വിയോഗം കോടാനുകോടി ആരാധകരുടെ നെഞ്ചിനുള്ളിലെ നീറ്റലായി അവശേഷിക്കുന്നു. ലോകം മുഴുവൻ കാത്തിരിക്കുകയായിരുന്നു. തലച്ചോറിലെ രക്തസ്രാവവുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്കു ശേഷം ആശുപത്രിയിൽ നിന്ന് സുഖം പ്രാപിച്ചുള്ള താരത്തിന്റെ തിരിച്ചുവരവിനായി പുറത്തുവന്ന വാർത്തകളും ആശ്വാസം നൽകുന്നതായിരുന്നു. തിരിച്ചടികളുടെ കയങ്ങൾ താണ്ടി ഒന്നിനെയും കൂസാതെ ജീവിതത്തിന്റെ വേറിട്ട വഴിയിലൂടെ നീന്തിക്കയറിയ ഭൂതകാലത്തെ ഓർമ്മപ്പെടുത്തി അദ്ദേഹം തിരിച്ചുവരുമെന്ന പ്രതീക്ഷകൾ അസ്ഥാനത്തായി. മറഡോണ ജീവിതത്തിന്റെ ബൂട്ടഴിച്ചിരിക്കുന്നു. വിവാഹത്തിനുള്ള വെള്ളവസ്ത്രത്തിൽ നിൽക്കുമ്പോൾ പോലും ചെളിപുരണ്ട ഒരു ബോൾ വന്നാൽ ഞാനത് നെഞ്ചുകൊണ്ട് തടുക്കും, വേറൊന്നും ആലോചിക്കുക പോലും ചെയ്യാതെ എന്ന് പറഞ്ഞ മറഡോണയുടെ ഫുട്ബോൾ പ്രണയവും ജീവിതവും കളത്തിലും പുറത്തും തീർത്ത ആരവങ്ങളും കോലാഹലങ്ങളും ചെറുതല്ല. ബ്രസീലും ഉറുഗ്വയുമൊക്കെ തലയെടുപ്പോടെ വിരാജിക്കുന്ന തെക്കേ അമേരിക്കൻ ഫുട്ബോൾ സാമ്രാജ്യത്തിൽ നിന്ന് അർജന്റീന എന്ന നാമം ലോകത്തിന്റെ ഹൃദയത്തിൽ മായ്ക്കാനാകാതെ അടയാളപ്പെടുത്തിയത് മറഡോണയുടെ കേളി വൈഭവം ഒന്നുകൊണ്ട് മാത്രമെന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തി വേണ്ട. ലോകമെമ്പാടും അർജന്റീന ഫുട്ബോൾ ടീമിനുള്ള ആരാധകരെ സൃഷ്ടിക്കുന്നതിൽ മറഡോണയുടെ സംഭാവന വേറെ തന്നെയാണ്. കാരണം ലോകം കണ്ട ഏറ്റവും ജനപ്രിയ ഫുട്ബോളർ എന്നത് മറ്റാർക്കും സ്വന്തമായിരുന്നില്ല. മയക്കുമരുന്നിനും മദ്യത്തിനും അടിമയായ ജീവിതത്തെ ആഘോഷിച്ചെങ്കിലും ഒരു മഹാപ്രതിഭയാണ് അകാലത്തിൽ പൊലിഞ്ഞത്. അർജന്റീനിയൻ തലസ്ഥാനമായ ബ്യൂണസ് ഐറസിൽ 1960 ഒക്ടോബർ 30 ഡീഗോ അർമാൻഡോ മറഡോണ എന്ന ഇതിഹാസ താരത്തിന്റെ ജനനം. 1981 അർജന്റീന ജൂനിയേഴ്സിന് വേണ്ടി കളിക്കാൻ തുടങ്ങുന്നത്. പിന്നീട് ബൊക്ക ജൂനിയേഴ്സിലേക്ക്, അവിടെ നിന്ന് ബാഴ്സയിലേക്ക്. എന്നാൽ മറഡോണ ക്ലബ് ഫുട്ബോളിൽ വിജയം കണ്ടത് ഇറ്റലിയിലെ ചെറുകിട ക്ലബ്ബായ നെപ്പോളിയെ കൈപിടിച്ചുയർത്തിക്കൊണ്ടാണ്. ക്ലബ് എന്ന നിലയ്ക്ക് വളരെ അപ്രസക്തമായി കൊണ്ടിരുന്ന നെപ്പോളിയെ ലീഗ് ചാമ്പ്യന്മാരും യുവേഫ കിരീടവും നേടിക്കൊടുക്കാൻ മറഡോണയ്ക്കായി. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി 10ാം നമ്പർ ജേഴ്സി മറ്റാർക്കും കൊടുക്കാതെ നെപ്പോളി പിന്നീട് പിൻവലിക്കുക പോലും ചെയ്തു. 1982 മുതൽ 94 വരെ 4 ലോകകപ്പുകളിൽ അർജന്റീനയ്ക്ക് വേണ്ടി കളിച്ചു. അർജന്റീന ഏറ്റവും ഒടുവിലായി 1986 ലോകകിരീടം ചൂടിയതും മറഡോണയുടെ നായകത്വത്തിലായിരുന്നു. ലോകകപ്പിൽ അർജന്റീനയ്ക്കായി മറഡോണ 34 ഗോളുകൾ നേടി. 20ാം നൂറ്റാണ്ടിലെ മികച്ച ഫുട്ബോളറെന്ന ഫിഫയുടെ ബഹുമതിയും. 5 അടി 5 ഇഞ്ചുകാരൻ കാൽപന്ത് കളിയിൽ പണിത സാമ്രാജ്യം സ്നേഹോഷ്മളതയാൽ സമ്പന്നമായിരുന്നു. കളിക്കളത്തിലെ പൈതഗോറസ് എന്നറിയപ്പെട്ടിരുന്ന ഹോളണ്ടിന്റെ ക്രൈഫുമായും ഫുട്ബോൾ രാജാവ് എന്നറിയപ്പെടുന്ന പെലെയുമായുമൊക്കെ മറഡോണയ്ക്ക് അടുത്ത സൗഹൃദമായിരുന്നു. മൈതാനത്തിന് പുറത്തുള്ള വ്യക്തിപ്രഭാവം പെലെയടക്കമുള്ള ഫുട്ബോളർമാരിൽ നിന്നും മറഡോണയെ വേറിട്ട് നിർത്തുന്നു. അസാമാന്യമായ പന്തടക്കം കൊണ്ടും ഡ്രിബ്ലിംഗ് കൊണ്ടും കളിക്കളത്തിൽ വിസ്മയങ്ങൾ തീർത്ത് പന്തിനൊപ്പം ലോകത്തിന്റെ ഹൃദയതാളം ചിട്ടപ്പെടുത്തിയ മാന്ത്രികൻ ഡീഗോ മറഡോണ ഇനിയില്ലെന്ന് ബോധ്യപ്പെടുത്താൻ കാലങ്ങളേറെ വേണ്ടിവരും. അത്രമേൽ ആ നാമം ഫുട്ബോളിനോട് ഇഴചേർന്നിരിക്കുന്നു. ഡീഗോ എതിരാളികളുടെ പേടി സ്വപ്നവും ആരാധകരുടെ ആവേശവുമായിരുന്നു. 1986 മെക്സിക്കൻ ലോകകപ്പിലായിരുന്നു അസാമാന്യ പ്രതിഭ അതിന്റെ മുഴുവൻ ശക്തിയും പ്രകടമാക്കിയത്. ഒറ്റയാൾ പട്ടാളത്തെപ്പോലെ സ്വന്തം ടീമിനെയും നയിച്ച് കൊമ്പന്മാരുടെ ഗോൾ മുഖങ്ങളെ ഡീഗോ വിറപ്പിച്ചു. ആ മുന്നേറ്റത്തിനു മുന്നിൽ ഇംഗ്ലണ്ടും ബെൽജിയവും ജർമ്മനിയും അടക്കമുള്ള യൂറോപ്യൻ ഫുട്ബോളിലെ വൻമരങ്ങൾ ഓരോന്നായി കടപുഴകി വീണു. ദൈവത്തിന്റെ ഗോളും 20ാം നൂറ്റാണ്ടിലെ മികച്ച ഗോളും കണ്ട 1986 ഇംഗ്ലണ്ടിനെതിരെയുള്ള ഒറ്റ മത്സരം മതി മറഡോണ എന്ന ഇതിഹാസ താരത്തെ അടയാളപ്പെടുത്താൻ. ലോകകപ്പ് 1986 ജൂൺ 22 മെക്സിക്കോ സിറ്റി സ്റ്റേഡിയത്തിലായിരുന്നു അത് സംഭവിച്ചത്. കളിയുടെ 51ാം മിനിറ്റിൽ ഗോൾ മുഖത്തിലേക്ക് ഉയർന്ന പന്തിനെ ലക്ഷ്യമാക്കി 6 അടിയിലേറെ ഉയരമുള്ള ലോകത്തെ എക്കാലത്തെയും മികച്ച ഗോൾ കീപ്പർ പീറ്റർ ഷിൽട്ടന്റെ കൈകൾക്ക് മുകളിലൂടെ അയാൾ ഉയർന്നു ചാടുന്നു. പിന്നെ ദൈവത്തിന്റെ കയ്യിൽ തൊട്ട് പന്ത് വലയിൽ. ഗാലറിക്കൊപ്പം ലോകവും ഞെട്ടിത്തെറിച്ച ഗോൾ. 4 മിനിറ്റ് കഴിഞ്ഞതേയുള്ളൂ. വീണ്ടും 5 ഇംഗ്ലീഷ് പടയെ കബളിപ്പിച്ച് അയാൾ ഗോൾ മുഖത്തേക്ക്.
രണ്ടാമത്തെ ഗോൾ. പന്തുമായി 60 മീറ്ററിലധികം ഓടി അദ്ദേഹം പന്തിനെ ലക്ഷ്യത്തിലെത്തിച്ചപ്പോൾ ലോകം കണ്ട ഏറ്റവും മധുര മനോജ്ഞമായ ഗോളുകളിലൊന്നായി അത് മാറി. ഉരുണ്ടുരുണ്ടെത്തി സ്വന്തം ഗോൾ വലയെ ചുംബിക്കുന്ന പന്തിനെ നിസ്സഹായമായി നോക്കി നിൽക്കുന്ന എതിരാളികൾ ഇരമ്പിയാർക്കുന്ന ഗാലറിയിലേക്ക് കൈ ഉയർത്തി അയാൾ ചുംബന പൂക്കൾ സമ്മാനിച്ചു. അങ്ങനെ ഹാൻഡ് ഓഫ് ഗോഡ്, ഗോൾ ഓഫ് ദ സെഞ്ചുറി എന്നീ വിശേഷണങ്ങൾ കൊണ്ട് ഫുട്ബോൾ ചരിത്രത്തിലെ വിഖ്യാതമായ 2 ഗോൾ പിറന്ന അപൂർവങ്ങളിൽ അപൂർവമായ പോരാട്ടം. അർജന്റീന ഏറെ കാലമായി കാത്തിരുന്ന എതിരാളികൾക്കെതിരെ അവിസ്മരണീയമായ വിജയം, ഒപ്പം വലിയൊരു രാഷ്ട്രീയ പ്രതികാരവും. ദൈവത്തിന്റെ കൈയെന്ന് ഇംഗ്ലണ്ടിനെതിരെയുള്ള വിവാദ ഗോളിനെ വിശേഷിപ്പിച്ചത് മറഡോണ തന്നെയായിരുന്നു. പക്ഷേ ആ കാലുകൾക്കായിരുന്നു ദൈവത്തിന്റെ ടച്ചെന്ന് തെളിയിക്കുന്നതായിരുന്നു രണ്ടാമത്തെ ഗോൾ. സെമി ഫൈനലിൽ ബെൽജിയത്തെയും ഫൈനലിൽ ജർമ്മനിയെയും പരാജയപ്പെടുത്തിയായിരുന്നു കിരീട നേട്ടം. ഇനി 2 വർഷത്തിനപ്പുറം ഖത്തർ ലോകകപ്പ് വരുമ്പോൾ മറഡോണയില്ല എന്നത് കണ്ണുകളെ ഈറനണിയിക്കുന്നു. ഒരു ദിവസം നമുക്കൊരുമിച്ച് ആകാശത്ത് വെച്ച് പന്ത് തട്ടാൻ കഴിയുമെന്നാണ് താൻ വിശ്വസിക്കുന്നതെന്ന പെലെയുടെ അനുശോചനക്കുറിപ്പ് ഡീഗോ താങ്കൾക്കുള്ള ഈ ലോകത്തിന്റെ യാത്രാമൊഴിയാണ്. ഡീഗോ തീർത്ത ഫുട്ബോൾ കവിതകൾ എമ്പാടും മുഴങ്ങുകയാണ്. ഫുട്ബോൾ ലോകത്തെ എല്ലാ ഹൃദയങ്ങളിലും ആ നാമം അനശ്വരമാകും. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. ജീവിതത്തിന്റെ ബൂട്ടഴിച്ച് മറഡോണ. തയ്യാറാക്കിയത് എം സുരേഷ് ബാബു, ആകാശവാണി പ്രതിനിധി. അവതരിപ്പിച്ചത് സീന ആന്റണി.